ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. എല്ലാവർക്കും ഉമ്മയെ വല്ലാതെ ഇഷ്ടമാണ്. ആണോ അല്ലയോ? ആണ്. ആണുങ്ങൾക്കടക്കം നമുക്കെല്ലാവർക്കും ഉമ്മാന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും ഞാൻ ആരോടാണ് നബിയെ വെക്കേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. ചോദ്യകർത്താവ് വീണ്ടും ചോദിച്ചു, പിന്നെ ആരോട്? സുമ്മമൻ, അടുത്തതാരോട് എന്നതാണ് അറിയേണ്ടത്. നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. വീണ്ടും ചോദിച്ചു, സുമ്മമൻ, മൂന്നാമത്തതാരോടാണ്? അടുത്തതാരാണെന്നാണ് അറിയേണ്ടത്. അപ്പോഴും നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ഉമ്മയോട്. 3 വട്ടം പറഞ്ഞത് ഉമ്മയെയാണ്. ഉമ്മയെ മറക്കാൻ പറ്റൂല. 4മതാരോട് എന്ന് പറഞ്ഞാൽ അടുത്തതാരോട്? ഒരാളെ പറഞ്ഞിട്ടുള്ളൂ, ഉമ്മയാണ് പറഞ്ഞത്. അടുത്തതാരാണ്? അബൂക, നിന്റെ ഉപ്പയോട്. നബി മുഹമ്മദ് മുസ്തഫ. ആരോടെന്നല്ല പറഞ്ഞത്, നിന്റെ കൂട്ടുകാരനോട് എന്നല്ല പറഞ്ഞത്, നിന്റെ കൂട്ടുകാരിയോട് എന്നല്ല പറഞ്ഞത്, നിന്റെ ചങ്ക് ബ്രോ എന്നല്ല പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ കാമുകനോട് എന്നല്ല പറഞ്ഞത്. ലോകത്തെ ഏറ്റവും കൂടുതൽ കടമയും കടപ്പാടും നിന്റെ ഉമ്മയോട്, നിന്റെ വാപ്പയോട്. നബി മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് 3 വട്ടം ഉമ്മയെ പറഞ്ഞു? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ. 9 മാസം 10 ദിവസം ഗർഭം ചുമത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അതാണ് ഒന്നാമതായി ഉമ്മയെ പറയാനുള്ള കാരണം. രണ്ടാമത് നൊന്ത് പ്രസവിച്ചത് ഉമ്മയാണ്. രണ്ടാമതായി ഉമ്മയെ പറയാനുള്ള കാരണം അതാണ്. എത്രയോ ത്യാഗം സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ പ്രസവിച്ചിട്ടത്. ശരീരത്തിന്റെ 22ഓളം എല്ലുകൾ ഒരേ സമയത്ത് ഒടിച്ചാലുള്ള വേദനയാണ് ഒരു പ്രസവ വേദനയുടെ സമയത്ത് ഒരു ഉമ്മ അനുഭവിക്കുന്നത് എന്ന് ശാസ്ത്രം ഇന്ന് സമ്മതിക്കുന്നുണ്ട്. എങ്കിൽ അത്രയേറെ വേദന സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ ലോകത്തേക്ക് പ്രസവിച്ചിട്ടത്. പ്രസവിച്ചിട മാത്രല്ല, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്‌ലിസിലുള്ള ഉമ്മമാർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഈ സദസ്സ് ലൈവായി കേട്ടുകൊണ്ടിരുന്ന വീടിനകത്തലങ്ങളിൽ കണ്ണീരൊഴുക്കുന്ന പ്രായം ചെന്ന ഉമ്മമാരുണ്ട്. മക്കള് തിരിഞ്ഞു നോക്കാതെ പ്രയാസപ്പെടുന്നതാകുന്ന പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഉമ്മമാര്, അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ദീർഘായുസ്സ് നൽകണേ അല്ലാ. 3ാമത് പ്രവാചകൻ പറയാൻ കാരണം 2 വർഷത്തോളം മുലപ്പാല് നൽകിയത് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയാണ്. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്ത സ്ഥാനം വാപ്പയാണ്. വാപ്പയെ മറക്കാൻ പാടില്ല. പലരും വാപ്പയെ പൈസ തരുന്ന ഒരു വ്യക്താവായിട്ട് കാണുകയാണ്, ഒരു ബാങ്കിന്റെ ആളായിട്ട് കാണുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പെടലി വഴി ഇങ്ങനെ ബില്ല് വരും, അത് അടയ്ക്കണം. പാവം പിടിച്ചു അങ്ങനെയാണ് കാണുന്നത്. രാവിലെ മുതൽ കഷ്ടപ്പെടാൻ ഗൾഫിലേക്ക് പോകുന്നു, നാട്ടിൽ പോകുന്നു. പണം തരുന്നതാകുന്ന, പണം കായ്ക്കുന്ന ഒരു മരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമ്പോ പൈസ ഇങ്ങനെ ചോദിക്കുന്നു. വീട്ടുകാർ ചോദിക്കുന്നു, മക്കൾ ചോദിക്കുന്നു, ഫീസ് ചോദിക്കുന്നു. കറക്റ്റായിട്ട് അടച്ചില്ലെങ്കിൽ കുറ്റപ്പെടുത്തലും രോഷവും പ്രയാസവും. അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടും പ്രതിസന്ധിയും പ്രയാസങ്ങളും തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവളാകണം ഭാര്യ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഭർത്താവ് നിന്റെ കയ്യിൽ ഒരു 100 രൂപ ഏൽപ്പിച്ചാൽ, പണ്ട് കാലങ്ങളിൽ ഉമ്മമാരെ ഭർത്താവ്, നമ്മുടെയൊക്കെ വാപ്പമാർ അങ്ങനെ തന്നെയാണല്ലോ, വാപ്പ ഒരു 100 രൂപ ഏൽപ്പിച്ചാൽ ഉമ്മ അത് മിച്ചം പിടിക്കും. ഒരാഴ്ച ഓടുന്നതിനിടയിൽ മീൻ വാങ്ങിയും അല്ലാതെയൊക്കെ ഒരു മിച്ചം പിടിക്കും. അതിനകത്തൊരു 50 രൂപ 30 രൂപ സേവിങ് ഉണ്ടാവും. ഇന്ന് 2000 രൂപ കൊടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞു നമുക്ക് ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞു, ആഹത്ത് എല്ലാം കഴിഞ്ഞു. അടുത്ത് 2 ദിവസം കഴിയുമ്പോൾ ഫോൺ വിളിക്കും. അല്ലാഹു നമ്മളെ സാരി ഇങ്ങനെ ചേർക്കട്ടെ. മോന്തയ്ക്ക് കൊണ്ട് പൊട്ടിയിട്ട് വെളുത്തിട്ട് പാറാനുള്ള ക്രീം വെച്ചിട്ടിരിക്കുകയാണ്, നല്ല റാഹത്തായിട്ട്. വീഡിയോ കോൾ ചെയ്ത് 2000 രൂപയുടെ വേറെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങനെ ആവാൻ പാടില്ല. ഭർത്താവിന്റെ വരുമാനം അത് എത്ര കൂടുതലുണ്ടാവട്ടെ, എത്ര കുറവാകട്ടെ,
മാന്യമായി ചെലവഴിക്കുന്നവളാകണം. ബന്ധങ്ങൾ ഉലയാതിരിക്കാൻ അത് കാരണമാണ്. അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. എപ്പോഴും ഹറാസ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് ഇന്നത് വേണം ഇന്നത് വേണം. ഭാര്യയെ നമ്മൾ പരിഗണിക്കണം. ഭാര്യമാരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രത്യേകമായി എടുത്തറിയണം. അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവരുമായിട്ട് ഔട്ടിങ്ങിന് പോകണം. ഇടയ്ക്ക് മാസത്തിലെങ്കിലും ഒരു ദിവസമെങ്കിലും ഒന്ന് കറങ്ങാൻ പോകണം. എങ്ങോട്ട് പോകണം സാർ? നല്ല റാഹത്തായിട്ട് എവിടെയെങ്കിലും നല്ലൊരു ഹോട്ടൽ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹോട്ടൽ, അജിനാമോട്ടൊന്നും ചേർക്കാത്ത നല്ല ഫുഡ് വേണേ കുഴിമന്തി തന്നെ വാങ്ങിച്ചു കൊടുത്ത് എന്തായാലും കുഴി പോകാനുള്ള റാഹത്തായിട്ട് കിടക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഫിർഔനിനെ, ഖാറൂനിനെ, ഹാമാനിനെ, നമ്രൂദിനെ ഇവരൊക്കെ ഏത് രീതിയിലാണ് നശിപ്പിച്ചത് അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഈമാനുള്ളവരായി വരണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. സീറൂ ഫിൽ അർദ്, നിങ്ങൾ യാത്ര പോകണമെന്ന് പരിശുദ്ധമായ ഖുർആൻ. നല്ല ഹലാലായ ദീൻ അനുവദിച്ച നല്ല യാത്രകൾ പോകണം. എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്യുന്നതിന്റെ പ്രതിഫലം അതാ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ, 4 കാര്യം നീ ചെയ്യാതെ നീ ഉറങ്ങരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി മഹദി അവറുകളോട് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, 4 കാര്യം ചെയ്യാതെ നീ ഉറങ്ങരുത്. പാവിരിക്കാൻ പാടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് എത്ര കാര്യം ചെയ്യണം? 4 കാര്യം ചെയ്യണം. ഐഷ ബീവി റളിയല്ലാഹു അൻഹ ചെവി കൂർത്തു വെച്ചു. ചെവി വളരെയേറെ സാബൂതം ശ്രദ്ധ ചുരുത്തി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 1, എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി നീ ഓതണേ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാ ദിവസവും ഖത്മ് ആക്കണം. ഖുർആൻ ഖത്മാക്കാതെ നീ ഉറങ്ങാൻ പാടില്ല. രണ്ടാമത്തത് ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും പൊരുത്തം നീ വാങ്ങാതെ നീ ഉറങ്ങരുത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ശ്രദ്ധിക്കണേ, ഞാൻ എന്റെ വാദിന്റെ എല്ലാ അവസാനത്തിനും ഒരു ജീവിതത്തിലെ അമലിന് മുതൽക്കൂട്ടാകുന്ന ഒരു വിഷയം പറയാറുണ്ട്. അതാണ് ഈ പറയുന്നത്. വളരെയേറെ ശ്രദ്ധിക്കണം നിങ്ങൾ. അല്ലാഹു വലിയ മാറ്റത്തിന് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഒരുപാട് കേൾക്കുക എന്നതുള്ളതല്ല, കുറഞ്ഞത് കേൾക്കുക, ജീവിതത്തിൽ അത് മാറ്റം ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൂന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം നീ വാങ്ങിയിട്ടേ ഉറങ്ങാവുള്ളൂ എന്ന് ഹബീബ് റസൂലുള്ളാഹി. നാലാമത്തത് ഹജ്ജും ഉംറയും ഡെയിലി നീ നിർവഹിക്കാതെ ഉറങ്ങരുത് എന്ന് ഹബീബ് റസൂലുള്ളാഹി. മനസ്സിലാകുന്നുണ്ട്? 4 കാര്യം വളരെ എളുപ്പമുള്ള 4 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ആലോചിക്കാണ്, തലമുവിനെ ചെന്തപ്പി നബി പറഞ്ഞത് 4 കാര്യവും അസംഭവമാണല്ലോ, ഡെയിലി ഖുർആൻ മുഴുവൻ തീരണം. അങ്ങനെ തീർത്ത മഹത്തുക്കളുണ്ട്. ഷാഫി ഇമാം അത്തരത്തിലാണ്. നമ്മുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഒരു ഖത്ം ഓതുമായിരുന്നു. റമളാനാകുമ്പോ ഡെയിലി 2 ഖത്ം തീർക്കും. 2 ഖത്ം. ഓർത്തു നോക്കിയേ അവരുടെയൊക്കെ സംഭവം എന്താണ്. അപ്പൊ ബാക്കിയുള്ള ചെയ്യില്ല, ബാക്കി എല്ലാ പരിപാടിയും ചെയ്യും. ചിന്തിച്ചു നോക്കിയാൽ ഡെയിലി അവർക്കുള്ള കറാമത്താണത്. അവരുടെ കറാമത്താണ്. അവരുടെ ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യുന്നതാണ്. അപ്പൊ എല്ലാ ദിവസവും ഒരു ഖത്ം തീർക്കുക, എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും പൊരുത്തം വാങ്ങുക, എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം വാങ്ങുക, ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിക്കുക. 4 കാര്യം. ഐഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ചിന്തിച്ചു, അല്ലാഹ് ഇതെന്താ ഈ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കുമ്പോ നബി തങ്ങൾ വീട്ടിലാണ്, നബി തങ്ങൾ സുന്നത്ത് നിസ്കരിക്കാൻ തുടങ്ങി. ഈ വിഷയം പറഞ്ഞിട്ട് നബി സുന്നത്ത് നിസ്കരിക്കും. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബീവി ചോദിച്ചു, നബിയെ, ഈ 4 കാര്യവും എങ്ങനെയാണ് സാധിക്കുക? നബി തങ്ങൾ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വളരെ ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെയുണ്ടല്ലോ, കമ്പ്യൂട്ടറിലെ ഷോർട്ട് കട്ട്, മൊബൈൽ ഫോണിലെ ഷോർട്ട് കട്ട്, ഇപ്പൊ മൊത്തത്തിൽ ഷോർട്ട് കട്ടിന്റെ രംഗമാണ്. ഒരു വഴി നമ്മളിപ്പോ ഇവിടുന്ന് തന്നെ എന്റെ നാട്ടിലേക്ക് അടിച്ചു നോക്കുമ്പോഴത്തേക്കും 10ഉം 15ഉം വഴികൾ കാണിച്ചു തരും. കോട്ടയം ജില്ലയിലേക്ക് പോകാനുള്ള വഴികൾ ഇവിടുന്ന് കാണിച്ചു തരും. ഇങ്ങനെ പോകാം, ഇങ്ങനെ പോകാം, ഇങ്ങനെ പോയാൽ വല്ലുമ്മാടെ പറമ്പ് വഴി പോകാം, ഇങ്ങനെ പോയാൽ ചാത്താന്റെ പറമ്പ് വഴി പോകാം, ഇങ്ങനെ എല്ലാ വഴിയും കാണിച്ചു തരും. കാറ് പോകാൻ പറ്റുന്ന വഴിയാണെങ്കിൽ, സ്കൂട്ടറാണെങ്കിൽ അങ്ങനെ കാണിച്ചു തരും. അല്ലേ? എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ടിന് വിശലനാരിസുകൾ പറഞ്ഞു കൊടുക്കാൻ 4 കാര്യത്തിനും ഇതാണ് നമ്മൾ അമല് ചെയ്യേണ്ടത്. ഇതെല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇനിയുള്ള നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഇത് ചിന്തിക്കണം. ഉസ്താദ് പറഞ്ഞ ഈ വിഷയം, മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ദീൻ പറഞ്ഞിട്ടുള്ള മറ്റു വിഷയങ്ങളൊക്കെ വേണം, നമസ്കാരം വേണം, വിഭാഗത്തുള്ള, അല്ലാതെ നിസ്കരിക്കാതെ രാത്രി ഇത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം പ്രയോജനമില്ല. ഇത് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. ഹജ്ജും ഉംറയും നിർവഹിക്കാൻ കഴിവില്ലാത്ത പട്ടിണി പാവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിലുണ്ടാകും, പാവപ്പെട്ടവരുണ്ടാകും. അവരും ഹജ്ജും ഉംറയും നിർവഹിച്ച സഹോദരങ്ങൾ ഉൾപ്പെടെ അമൽ ചെയ്തോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് ഈ പറയുന്നത്? 1, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹ് സൂറത്ത് എത്ര പ്രാവശ്യം ഓതുക? 3 പ്രാവശ്യം ഓതുക. കാരണം ഖുർആനിലെ 1/3 ഒരു സൂറത്തുൽ ഇഖ്ലാസ്. അത് പരിപൂർണമായി പൂർത്തീകരിക്കാൻ സാധിക്കും 3 പ്രാവശ്യം നീ ഓതിയാൽ. ഖുർആൻ ഖത്മ് തീർത്തതിന്റെ ഒരു പ്രതിഫലം നിനക്ക് രേഖപ്പെടുത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്ന് പറഞ്ഞ ആരെങ്കിലും ഹത്തോത ഏൽപ്പിച്ച 3 ഓതിയിട്ട് പൈസ വാങ്ങി പോക്കറ്റിടാനല്ല, അത് വേറെ. ഇത് രണ്ടും രണ്ടാണ്. മനസ്സിലായില്ലേ? ഇത് നമുക്ക് ഡെയിലി അമൽ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട്. ഖുർആൻ നമ്മൾ ഓതണം, അതോടൊപ്പം തന്നെ ഇത് നമ്മൾ അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തേത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എല്ലാ അംബിയ മുർസലീങ്ങളുടെയും പൊരുത്തമല്ലേ വേണ്ടത്? അതിനൊരൊറ്റ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. ചൊല്ലിക്കുക എല്ലാവരും, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. എല്ലാ അംബിയ മുർസലീങ്ങളുടെ മേലും ആ പൊരുത്തം നിനക്ക് കിട്ടും ഈ സ്വലാത്ത് ചൊല്ലിയാലെന്ന് ഹബീബ് റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളുടെ മുഴുവൻ ആളുകളെ പൊരുത്തം, എല്ലാ മുഅ്മിനീങ്ങളുടെയും പൊരുത്തം അതെങ്ങനെ സമ്പാദിക്കുക? ഒരൊറ്റ ദുആ. നമ്മളൊക്കെ ജുമായിൽ പുരുഷന്മാരെ കേട്ടുപഠിച്ചതാണ്. ഒരുപക്ഷെ സ്ത്രീകൾക്ക് അതറിയാത്തുള്ളൂ. എന്ത്? അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അല്ലാഹുവേ, നീ വിശ്വാസികൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഇതാണ് അതിന്റെ അർത്ഥം. എങ്ങനെയാണ്? അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ആ ഒരൊറ്റ ദുആയോടുകൂടി ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളുടെയും പൊരുത്തം നിങ്ങൾക്ക് കിട്ടും. നാലാമത്തത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലം ഡെയിലി കിട്ടും, ഡെയിലി കിട്ടും. ആരാണിത് പറയുന്നത്? ഹബീബ് റസൂലുള്ളാഹി. ഇതൊക്കെ വെറും കളിതമാശയാണെങ്കിൽ നബിതങ്ങൾ ഒരിക്കലും തന്റെ വിലപ്പെട്ട സമയം തന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിർദ്ദേശം കൊടുക്കുമല്ലോ. ഇതൊരു തമാശയായി നമ്മൾ കാണരുത്. ഇതൊക്കെ നമുക്കെപ്പോഴും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുത്താൽ അത് വലിയൊരു വിഷയം. നമുക്ക് വായിക്കൊള്ളാത്ത കുറെ വാക്ക് എന്ന് പറഞ്ഞു കൊടുത്താൽ അത് നല്ല ദിക്റാണല്ലോ ഉസ്താദെ, അതൊരു പെത്രോട്ടം ചെല്ലണം ഉസ്താദെ എന്ന് പറയും. ഞാൻ വെറുതെ പറയാനല്ല, നമ്മുടെ സമുദായത്തിന് പറ്റിയ, പ്രത്യേകിച്ച് സുന്നികൾക്ക് പറ്റിയ ഒരു തെറ്റതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലടാന്ന് ഉസ്താദ് ഖത്തീബ് ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ പൊന്നു ഉസ്താദ് നമ്മൾ ഡെയിലി 40,000 എണ്ണം ചെല്ലുന്നുണ്ട്, ഉസ്താദ് എത്ര ചെല്ലും ഉസ്താദേ എന്ന് ചോദിക്കും. ഇതാണ് ആളുകൾ. സലാത്ത് നീ എന്നാ ചെല്ലടാ, ഇജാസത്ത് കൊടുക്കാണ്, അനുവാദം കൊടുക്കാണ്, നീ താജ് സലാത്ത് ഇല്ല, നാരി സലാത്ത് നീ ചെല്ലെന്ന് പറയുമ്പോൾ പറയും, ഞാൻ ഈ 2387 ഞാൻ ഇപ്പോൾ ചെല്ലിത്തീറുന്നുണ്ട്, ഉസ്താദ് എത്ര വെച്ച് ചെല്ലും ഉസ്താദേ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമാകുന്ന ദിക്റുകളൊക്കെ നമ്മളങ്ങാണ്ട് ഭയങ്കര സംഭവമാക്കി എന്നുള്ളൊരു ധാരണയാണ്. അതൊക്കെ നിസ്സാരവൽക്കരിച്ചു. ജീവിതത്തിൽ അർത്ഥം അറിയാത്ത ഒരു അറബി വാക്കും കൂടെ കേട്ടാൽ നമുക്ക് ഭയങ്കര സംഭവമായിരിക്കും. നമുക്കിടയിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വിഷയം അതാണ്. അതുകൊണ്ടാണ് പലരും ദിക്ർ ചോദിക്കാൻ വരുന്ന ഉസ്താദന്മാർക്ക് അറിയാതെ അവർക്ക് വന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവരിന്ന ദിക്ർ പറഞ്ഞു കൊടുത്താൽ അത് ചെല്ലൂല. കാരണം അത് ഞാൻ ചെല്ലി ഒരുപാട് നോക്കിയ അവസ്ഥ, അതുകൊണ്ടൊന്നും രക്ഷയില്ല. ഈ സംഭവം അത് ആ ഉസ്താദിന്റെ കയ്യിൽ നിന്ന്, ആ സയ്യിദിന്റെ കയ്യിൽ നിന്ന്, ആ കാദിയാരുടെ കയ്യിൽ നിന്ന്, ആ സദർ ഉസ്താദിന്റെ കയ്യിൽ നിന്ന്, ആ മുത്താലിമിന്റെ കയ്യിൽ നിന്ന്, ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഒരു ഇജാസത്ത് നിനക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് വേറെയാണ്, അത് വേറെ ഒരു പരമ്പരയാണ്, ഒരു സനദാൻ. അവിടുന്ന് കിട്ടുമ്പോൾ നിനക്കത് വേറെ രക്ഷയാണ്. അതാണ് മനസ്സിലാക്കേണ്ട. മറ്റേ നീ സനദില്ലാതിരുന്ന് എണ്ണിക്കൊണ്ടിരുന്നു, നല്ല പ്രയോജനമുണ്ടോ? ഇത് കിട്ടേണ്ടവരെടുക്കൽ നിന്ന് കിട്ടിയപ്പോ അത് നീ ചെല്ല്, അതിന് വലിയ ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് ഈ ദിക്റൊന്നും നമ്മൾ ഒരിക്കലും എന്താക്കരുത്, നിസാരവൽക്കരിക്കരുത്. ഇതൊക്കെ വലിയ അമലാണ്. കാരണം ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ആരും അറിയാതെ ഒരു പാതിരാത്രിയിൽ നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് തന്റെ ചെവിക്കുള്ളിൽ കാതിൽ മന്ത്രിച്ചു കൊടുത്തതാകുന്ന ദിക്റുകളാണിത്. ആ ഭാര്യ ഒരു സാധാരണ വ്യക്തിയല്ല, അസാധാരണ വ്യക്തിത്വമാണ്. അവരുടെ പേരാണ് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ആ ഭർത്താവ് ലോകത്തെ ഏറ്റവും വലിയ അത്യുത്കൃഷ്ട വ്യക്തി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ദിക്റിന്റെ വലിപ്പം വലിയ മഹാത്മ്യമാണ്. ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിക്കണം. അതിനെന്താ പറഞ്ഞു കൊടുത്ത ദിക്റെന്നറിയോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ولا حول ولا قوة إلا بالله العلي العظيم. ഇത് പെരുന്നാൾ നിസ്കാരത്തിൽ
ഓരോ തക്ബീറിന്റെ ഇടയിലും 7 തക്ബീറും രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീറിന്റെ ഇടയിലും നമ്മൾ ചെല്ലി ശീലിച്ചിട്ടുണ്ട്, സഹോദര സഹോദരിമാരുൾപ്പെടെ. അതുപോലെ തസ്ബീഹ് റമദാനിൽ നിസ്കരിച്ചിട്ടുള്ളവർ അല്ലാത്തപ്പോൾ തസ്ബീഹ് നിസ്കരിച്ചതാകുന്ന സഹോദര സഹോദരിമാരും ഇത് പരിചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിക്ർ നമുക്കറിയാം. ആ 4 കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു, പലർക്കും ചിലപ്പം ഓർമ്മ നിൽക്കൂല, അതുകൊണ്ടാണ്. ഒന്നാമത്തത് എന്ത്? ഖുർആൻ മുഴുവൻ ഓതുക. എന്താണ് ചെയ്യേണ്ടത്? സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം. ഇതൊക്കെ ഡെയിലി ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളിത് ചെയ്തിട്ട് അങ്ങോട്ട് പോയാൽ 3 കൊള്ളുവന്ന എന്ത് പെട്ടെന്ന് കഴിയും, വളരെ പെട്ടെന്ന് കഴിയാമെന്ന് അതേ പറയാം, 1 മിനിറ്റ് കൊണ്ട് മുഴുവൻ കഴിയും. രണ്ടാമത്തത് ഒരൊറ്റ സലാത്ത്, എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും പൊരുത്തം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ സായിരിൽ അംബിയാഇ വൽ മുർസലീൻ. മൂന്നാമത്തത് ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ദുആ, അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അതിലൂടെ മുഅ്മിനീങ്ങളുടെയും മുഅ്മിനാത്തുകളുടെയും പൊരുത്തം കിട്ടാൻ. നാലാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ദിക്ർ ചൊല്ലിയാൽ ഹജ്ജും ഉംറയും ഡെയിലി നിർവഹിച്ച പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമസ്കാരങ്ങളെ ചിട്ടവെച്ച വ്യക്തികളുണ്ടോ? റമദാനിന് നോമ്പുകൾ പിടിച്ചു വീട്ടിയ വ്യക്തികളുണ്ടോ? പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ സക്കാത്തുകൾ കൊടുത്തു വീട്ടിയവരുണ്ടോ? നിരാലംബര കവലംബമായവരുണ്ടോ? കുടുംബബന്ധം പരിപൂർണമായി ചേർത്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചതായ ഏതൊരു സാലിഹായ മനുഷ്യനുണ്ടോ? ഏതൊരു സാലിഹത്തായ ഉമ്മയുണ്ടോ? ഉലൈക ലഹും ഉഖബദ്ദാർ, ഉലൈക ലഹും ഉഖബദ്ദാർ. അവർക്കുള്ളതാകുന്ന വാസസ്ഥലം ഏറ്റവും മനോഹരമാണ്, മനോഹരമാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മനോഹരമായ സ്വർഗ്ഗം അല്ലാഹു സമ്മാനിക്കുന്നതാ. അവരോട് അല്ലാഹു പറയും, സന്തോഷത്തോടുകൂടി കടക്കണേ. ഖീല ദുഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അല്ലാഹു അതാ മലക്കുകൾ മുഖേന സലാം പറഞ്ഞുകൊണ്ട് അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശീർവദിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടക്കുകയാണ്. സലാമുൻ അലൈക്കും ബിമാ സബറതും ഫനിഅമ ഉഖബദ്ദാർ. ദുനിയാവിൽ ഒരുപാട് ശ്രമിച്ചവരല്ലേ, കുടുംബബന്ധം ചേർക്കുന്നതിന്റെ പേരിൽ ഒരുപാട് പരിശ്രമിച്ചവരല്ലേ, ഒരുപാട് പ്രയാസം അനുഭവിച്ചവരല്ലേ. സ്വന്തം കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോ ആട്ടും തുപ്പും കേട്ടവരല്ലേ. എന്ത് വിഷമുണ്ടായിട്ടും എന്ത് പ്രയാസമുണ്ടായിട്ടും പടച്ച റബ്ബിന്റെ സംതൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ബന്ധങ്ങൾ ചേർത്തവരല്ലേ. കൊച്ചുമ്മ നിങ്ങളെ ചീത്ത വിളിക്കുമ്പോ, നിങ്ങളെ കൊച്ചാപ്പ നിങ്ങളുടെ വീട്ടിൽ നിറക്കി വിടുമ്പോ, നിങ്ങളുടെ ബന്ധുക്കൾ നിങ്ങൾ ആട്ടി ഓടിക്കുമ്പോ, എനിക്കൊരു പ്രശ്നമല്ല, അള്ളാഹുവിന്റെ സംതൃപ്തി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് റമദാൻ വരുമ്പോഴും അല്ലാത്തപ്പോഴും അവരെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിച്ചതായ മുഅ്മിനീങ്ങളല്ലേ, മുത്തഖീങ്ങളല്ലേ. നിങ്ങൾക്ക് രക്ഷയാണ്, നിങ്ങൾക്ക് സന്തോഷത്തിന്റെ സുദിനങ്ങളാണ്. ഫനിഅമ ഉഖബദ്ദാർ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതായ വാസസ്ഥലം അതെത്ര മനോഹരമാണ്. സ്വർഗ്ഗം അല്ലാഹു സമ്മാനിക്കുകയാണ്. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ചില ആളുകളുണ്ട്, റമദാനാവുമ്പോ കിറ്റ് കൊടുക്കും. എവിടെ കിറ്റ് കൊടുക്കുന്നത്? അമേരിക്കയിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ടീമിന്. ഇവിടെ നിന്നുള്ളവർക്കൊന്നും കൊടുക്കുന്നില്ല. സ്വന്തം വാപ്പാടെ അനുജൻ, മൂത്താപ്പ, സഹോദരങ്ങൾ, അതുപോലെ മക്കൾ, കുടുംബാദികൾ പലരും ഇവിടെ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഇവൻ ഈ പൊതി കെട്ടിയിട്ട് ഇവിടുന്ന് പോവാൻ യുപിയിലേക്ക്. എടാ, ആദ്യം കുടുംബക്കാരെ പരിഗണിക്കും. അവിടുന്ന് കൊടുത്തു തുടങ്ങേണ്ടത്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ല നിനക്ക് ബോധമുള്ളവനടുത്തല്ല കൊടുക്കണം. ദീൻ പറഞ്ഞതനുസരിച്ച് വേണ്ടേ സമ്പത്ത് കൊടുക്കാൻ. നിനക്കിഷ്ടമുള്ളത് റോഡിൽ കൂടെ പോകുമ്പോ ഒരു ബംഗാളിയെ കണ്ട് അവന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. കൊടുക്കണ്ടെന്നല്ല, മറിച്ച് ആദ്യം പരിഗണിക്കേണ്ടത് ആരെ? അതാണ് പറയുന്നത്. ആദ്യം ആരെ പരിഗണിക്കണം? നിന്റെ ഏറ്റവും അടുത്ത രക്തബന്ധത്തിനെ പരിഗണിക്കണം. ഖുർആൻ അതാണ് പറയുന്നത്. ചില ആളുകൾ അങ്ങനെയുണ്ട്, റമദാനാവുമ്പോ കിറ്റ് കൊടുക്കുന്ന, അല്ലെങ്കിൽ എവിടെയും കൊടുക്കുന്ന പൈസ കൊടുക്കുന്ന. ഇവിടെ ഒന്നും കൊടുക്കണ്ട, നമ്മുടെ ബന്ധുക്കാർക്കൊന്നും കൊടുക്കണ്ട. അവിടെ അത് അർഹതപ്പെട്ടതാ. ബിസ്മില്ലാഹ്, എന്റെ സക്കാത്തിന്റെ ഇവിടെ ഉള്ളവരെ പരിഗണിക്കേണ്ട. നാട്ടിലുള്ള പാവങ്ങളുടെ കണ്ണീരൊപ്പണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സക്കാത്തിന്റെ അവകാശികളാകുന്ന നാട്ടിലുള്ള പട്ടിണി പാവങ്ങളുടെ കണ്ണീരപ്പാതെ മറുനാട്ടിലേക്ക് അത് കൊടുക്കാൻ പറ്റൂല. നാട്ടിലുള്ളവർക്കാണ് നിന്റെ സക്കാത്തിന്റെ വിഹിതം കൊടുക്കേണ്ടത്. അവിടെയുള്ള പാവങ്ങളുടെ കണ്ണീരൊപ്പാനാണ്.
8 അവകാശികളിൽ നിന്ന് 5 അവകാശികൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്, അവർക്ക് കൊടുക്കണം. പാവപ്പെട്ട ഫക്കീർ മിസ്കീനുകൾ കൊടുക്കണം. അതിൽ തന്നെ നിന്റെ കുടുംബത്തിൽ ഫക്കീർ മിസ്കീൻ ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം. ഇതൊന്നും കൊടുക്കൂല. ഒരാടിനെ അറുത്താലും ഇവൻ ബന്ധത്തിൽ കൊടുക്കൂല, ഒരു പോത്തിനെ അറുത്താലും ബന്ധത്തിൽ കൊടുക്കൂല. അവരൊക്കെ എപ്പോഴും ഇറച്ചി കഴിക്കുന്ന അവസ്ഥ. എടാ, ഇറച്ചി കഴിക്കോ കഴിക്കാതിരിക്കോ അടുത്ത ബന്ധത്തിലുള്ള രക്തബന്ധത്തിന് കൊടുക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാം അതാ പഠിപ്പിക്കുന്നു. നീ വല്ലപ്പോഴല്ലേ ആടിനെ ഇറക്കുന്നത്? എല്ലാ ദിവസവും ഇറക്കുന്നുണ്ടോ? ആകെ കൊല്ലത്തിലൊരു ആടിനെ ഇറത്ത് നാട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും. അത് ബന്ധുക്കൾക്ക് കൊടുക്കൻ, ഏറ്റവും അടുത്ത ബന്ധുക്കാരെ പരിഗണിക്കൻ, അതിൽ തന്നെയുള്ള പാവങ്ങളെ പ്രത്യേകമായി ഗൗനിക്കൻ, അവരെ വിസ്മരിക്കരുത്. പണക്കാർക്ക് മാത്രം പൊതി കൊടുക്കാൻ പറ്റൂല. ഗൾഫിൽ നിന്നൊക്കെ വന്ന എത്രയോ പ്രവാസികളുണ്ട്, നാട്ടിലെത്തിയിട്ട് എന്ത് തുടങ്ങണമെന്നറിയാതെ നിൽക്കുന്ന, പകച്ചു നിൽക്കുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നമുക്കറിയാം. നമ്മുടെ ബന്ധത്തിൽ തന്നെ ഉണ്ടാവും. നമ്മുടെ നോട്ടത്തിൽ അവര് നല്ല വീടൊക്കെ ഉണ്ട്, സെറ്റപ്പാണ്. നമ്മൾ പറയല്ലോ അവരിപ്പോ നല്ല പൂത്ത കാശാണ്, നമ്മൾ പറയാണ്. നമ്മുടെ കണ്ണേറും കൂടെ കെട്ടിയിട്ട് അവൻ ഹലാക്കായിട്ടിരിക്കുകയാണ് ഏകദേശം. എന്നിട്ടും പിന്നെ നമ്മൾ പറച്ചിന് നിർത്തുന്നില്ല, ഇഷ്ടം പോലെ കാശാണ്, ഒരു കുഴപ്പമില്ലെന്നാ പറയുന്നത്. നമ്മൾ അവിടെ പോയി 10 മിനിറ്റ് ഇരുന്ന് സംസാരിക്കുമ്പോൾ അറിയാം അവൻ ഗൾഫിൽ നിന്ന് വന്നതിന്റെ കാരണം ഇന്ന പ്രശ്നം കൊണ്ട് വന്നതാണ്, ഗൾഫിൽ നിന്ന് ഇന്ന പ്രശ്നം കൊണ്ട് വന്നിരിക്കാം, വർഷം ഇത്രയായി, പൊരിച്ചു പോകാൻ പറ്റുന്നില്ല, ചിലപ്പോൾ പ്രായാധിക്യം കൊണ്ട് തിരിച്ച് വിസ ശരിയാകുന്നില്ല, ആ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടാവും, വീട്ടിൽ പ്രശ്നമാണ്, മക്കളുടെ ട്യൂഷൻ ഫീസ് അടച്ചിട്ടില്ല, ഭാര്യ അടുത്ത വീട്ടിൽ പോയിട്ട് എച്ചിൽ പാത്രം കഴുകിയ ടൈപ്പ് ഫീസ് അടച്ചുകൊണ്ടിരിക്കുന്നു. പോയി അന്വേഷിക്കുമ്പോൾ ഇതൊക്കെ അറിയാം. നമ്മളിത് പോകുകയും അന്വേഷിക്കുകയും ബന്ധം പുതുക്കാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവർ നമ്മളോട് ഈ വിഷയം ഒന്നും പറയുന്നില്ല, തുറന്നു പറയൂല. നമ്മളെ കാണുമ്പോ സുഖം തന്നെയല്ലേ, പിന്നെ അങ്ങനെ തന്നെ പറയൂ. നമ്മൾ അടുത്തു പോയിരുന്ന സ്ഥിരമായി ആ ബന്ധം ഒന്ന് വെക്കുമ്പോ പറയും, എടാ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്, ദ്വാരക്കണം എന്നവർ പറയും. നമ്മൾ ബന്ധം ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് അയൽപക്കത്തുള്ളൊരു വ്യക്തി ക്യാൻസർ രോഗം പിടിക്കുന്നത് എപ്പോഴാണ് നമ്മൾ അറിയുന്നത്? കൊല്ലം 1 കഴിഞ്ഞിട്ട് അറിഞ്ഞത്, 10 റേഡിയേഷൻ കഴിഞ്ഞിട്ടുണ്ട്, അപ്പോഴാണ് നമ്മൾ അറിയുന്നത്. നമ്മളോട് ആരാ പറഞ്ഞത്? നമ്മുടെ ഒരു കൂട്ടുകാരൻ പറയാ, നിന്റെ അയൽപക്കത്തുള്ള ഇല്ല അക്ബർ എന്ന് പറഞ്ഞ പുള്ളി ക്യാൻസർ ആണ്. ക്യാൻസർ പിന്നെ 2 കൊല്ലമായിട്ട് ക്യാൻസറാണ്. നമ്മളപ്പോഴറിയുന്നത്. കാരണം എന്താ? നമ്മുടെ ബന്ധം അത്രേ ഉള്ളൂ എന്നർത്ഥം. തൊട്ട അയൽപക്ക ബന്ധത്തുള്ളതാകുന്ന അവരുടെ അസുഖം പോലും നമ്മൾ അറിഞ്ഞിട്ടില്ല. മനസ്സിലാക്കണം, അതാണ് നമ്മുടെ അവസ്ഥ. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ആ വീട്ടിൽ ആ രീതിയിലുള്ളൊരു ബന്ധം അവിടെ വെച്ചിട്ടില്ല എന്നർത്ഥം. അവരുമായിട്ട് നല്ലൊരു കണക്ഷൻ ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും പറയും, അസുഖം വരുമ്പോഴേ പറയും, ഇന്ന് പോകുന്നത് ഒരു ബയോപ്സിക്ക് ചെക്കിങ്ങിന് പോവാ, കാരണം അവർക്ക് ഇവിടെ ഒരു മുഴ വന്നിട്ടുണ്ട് കഴുത്തിന്റെ ഇവിടെ, അത് ഇന്നതാകാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദ്വാരക്കണം കേട്ടോ എന്ന് നമ്മളോട് പറഞ്ഞേനെ. ദ്വാരക്കം ഈ ചെക്കിങ്ങിന് കൊണ്ടുപോകുമ്പോ തന്നെ പറഞ്ഞേനെ. നമ്മളോട് പറയാത്ത എന്തുകൊണ്ടാ? നീ കേട്ട അൽഹംദുലില്ലാ എന്ന് ഉള്ളുകൊണ്ട് പറയുന്ന സൈസാന്ന് നിന്നെ അറിയാം, അതുകൊണ്ട് നിന്നോട് മിണ്ടിയിട്ടില്ല, നാട്ടുകാർ മൊത്തം അറിഞ്ഞു. അതല്ലേ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മളോട് പറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടാ? നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളുകൊണ്ട് എന്ത് പറയും? അൽഹംദുലില്ലാ, നന്നായി പോയി, സോക്കേട് കയറി. നാളെ വഴിയുടെ വിഷയത്തിൽ അവൻ വലിയ ബഹളമായിരുന്നു, ഓൾ അതിനപ്പുറത്ത് ബഹളമായിരുന്നു, നന്നായി പോയി. നമ്മളെ കൈ പൊട്ടിച്ചിരിക്കുമെന്ന് അറിയാന്നുള്ളതുകൊണ്ട് അവർ മിണ്ടിയിട്ടില്ല. നമ്മൾ ഉള്ളു തുറന്ന് സംസാരിക്കണം നമ്മുടെ അയൽവാസികളുമായി, നമ്മുടെ ബന്ധുക്കളുമായി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവരെ കല്യാണത്തിന് വിളിക്കട്ടെ, വിളിക്കാതിരിക്കട്ടെ, അവരെന്ത് പരിപാടിക്ക് വിളിച്ചാലും വിളിച്ചില്ലേലും നമ്മൾ അതിലൊക്കെ ഭാഗവാക്കാകണം. എന്ന് പറഞ്ഞാൽ വിളിക്കാത്ത കല്യാണത്തിന് പോകണമെന്നല്ല, അതിലൊന്നും സങ്കടം പറയാൻ പാടില്ല. ഒരു സങ്കടവും ഒരാളോട് ഒരു പരാതിയും പരിഭവം പറയാൻ പാടില്ല. ആരെങ്കിലും ചോദിക്കും, നിങ്ങളെ കല്യാണത്തിന് വിളിച്ചില്ല, നാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് ഇട്ടിച്ചിരി എണ്ണ ഒഴിച്ചു തന്നാലും നമ്മൾ പറയണം, മറന്നുപോയതായിരിക്കും, വിട്ടുപോയായിരിക്കും, പ്രശ്നമില്ല, അങ്ങനെ പറയണം. അതാണ് മോമിൻ. അല്ല നമുക്കിപ്പോ എന്തിനാ ബിരിയാണി, അവിടുത്തെ ഒരു മട്ടൻ ബിരിയാണി കിട്ടാത്തതിന്റെ സങ്കടം നാട്ടുകാരോട് മുഴുവൻ പരാതി പറയാം. അതപ്പോ അവൻ വിളിക്കും, അവൻ വിളിച്ചില്ല, എനിക്കെന്താ, എനിക്കവിടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞ കവലയിലിരുന്ന് പ്രസംഗം നടത്തിയിട്ട് നമ്മൾ പോയാൽ അതായിരിക്കും അയാൾ അവിടെ പോയിട്ട് പറയുന്നത്. ആ ബന്ധം കൂടുതൽ വഷളാകാൻ ഏറ്റവും കാരണം അതാവും. ഒരുപക്ഷെ അവർ വിട്ടുപോയതായിരിക്കും, ചിലപ്പോൾ മക്കളെയോ ബന്ധത്തിൽ ആരെങ്കിലും ഏൽപ്പിച്ചതായിരിക്കും കല്യാണം വിളിക്കാൻ, അവർ മറന്നുപോയതായിരിക്കാം, ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയിൽ നിന്ന് ലിസ്റ്റ് നമ്മുടെ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. നമ്മൾ അതിന്റെ പേരിൽ അവരുമായി കലഹിക്കാൻ പാടില്ല. അത് വലിയ വിഷയമാണ്. അല്ലെങ്കിൽ കല്യാണമൊക്കെ ഇപ്പോഴല്ലേ വലിയ വിഷയമായി മാറിയത്. കല്യാണം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും അടക്കി വിളിക്കണമെന്ന് പരിശുദ്ധ ഇസ്ലാമിലേ ഇല്ല. ഇന്ന അഅ്ളമൻ നിക്കാഹി ഐസറഹു മുഅ്ന നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ബന്ധങ്ങളൊക്കെ ഇന്ന് ഉലച്ചിൽ വരാൻ കാരണമായി തീരുന്നത് നിക്കാഹും വിവാഹവും ഒക്കെ ധൂർത്തും ദുർവ്വയത്തിലേക്കും പോയ കാരണത്താലാണ്. നബി തങ്ങൾ പറയുകയാണ്, ഇന്ന അഅ്ളമൻ നിക്കാഹി ഐസറഹു മുഅ്ന, ഏറ്റവും നല്ല നിക്കാഹ് എന്ന് പറയുന്നത് ചെലവ് ചുരുക്കിയിട്ടുള്ള നിക്കാഹാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി.
ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ ഉലഞ്ഞു പോകാൻ കാരണമായി തീരുന്നതും ദീനില്ലാത്തതാകുന്ന വൈവാഹിക ജീവിതം നയിക്കുന്നത് കൊണ്ടാണ്. ദീനില്ല, നേരത്തെ തന്നെ അങ്ങനെ പോവാൻ. ഭാര്യയും ഭർത്താവിനെ കുറിച്ച് പറയണേന്ന് ഉസ്താദ് എഴുതിയാൽ അപ്പോഴത്തേക്ക് ആ വിഷയത്തിലേക്ക് വന്നു. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കും, ഭാര്യയും ഭർത്താവും തമ്മിലുള്ളതാകുന്ന ബന്ധങ്ങൾ ഉലച്ചിൽ വരുന്നതിന്റെ ഒന്നാമത്തെ പ്രശ്നം തന്നെ നിക്കാഹ് ഹറാമായ രീതിക്ക് തുടങ്ങുന്നത് കൊണ്ട് തന്നെയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. കല്യാണത്തിന്റെ അവസ്ഥ, നമ്മുടെ ഇന്നത്തെ വീടുകളുടെ അവസ്ഥ, എന്റെ ഉമ്മയുടെ ഉപ്പ കൂടിയായ മഹാനായ മർഹൂം തഴവ ഉസ്താദ് അവറുകൾ അവിടുത്തെ അൽമവാഹിബുൽ ജരിയയിൽ വർഷങ്ങൾക്ക് മുമ്പ് കോറിയിട്ടു. 25 വർഷമായി അവിടുന്ന് വഫാത്തായിട്ട്. അതിനും എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതി തീർത്തതാണ് മവാഹിബുൽ ജരിയ. അതിൽ കല്യാണവും ആർഭാടവും എന്ന് പറഞ്ഞ് ഒരു ഹെഡിങ് ഇട്ടിട്ട് 3-4 പേജുകളിലായിട്ട് വിശദീകരിച്ചതാകുന്ന ഭാഗത്തിൽ നിന്നുള്ള 2-3 കവിത ആണ് ഞാൻ ഇപ്പൊ പാടിയത്. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. ശരിയല്ലേ? പൈസ ഉള്ളവൻ ഇങ്ങനെ ഇളക്കാൻ മഞ്ഞക്കല്യാണം, പച്ചക്കല്യാണം, ചോപ്പ് കല്യാണം, നാട്ടുകാർക്ക് മുഴുവൻ ഉടുപ്പെടുത്തു കൊടുക്കാൻ. അല്ലാഹ്, സഹോദരിമാരെല്ലാം ഒരേ ഡ്രസ്, ആണുങ്ങളെല്ലാം ഒരേ കളർ, കറുത്ത കളറൊക്കെ ഇട്ട് വന്നിരിക്കുക. യമന്റെ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്, രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പം മയ്യത്താവും. എല്ലാവരും കളർ വിവിധങ്ങളാകുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഓരോരുത്തരായിട്ട് വന്നിരിക്കുക. പുതിയാപ്പിളയുടെ കൂട്ടുകാർ വേറൊരു മോഡല് JCB-ക്കകത്ത കൊണ്ടുവരുന്നത് തന്നെ. അല്ലാഹ്, കൊണ്ടുവരികയാണ്. ആര്യാരെ കൊണ്ടുവന്ന് ഇറക്കി. പെണ്ണിനെ ആണെങ്കിൽ മയ്യത്തിന്റെ മീതെ പിടിക്കാൻ, തുണി പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നേരെ പുതിയ പെണ്ണിന്റെ തലയിലാണ് ഇപ്പൊ പിടിച്ചോണ്ട് വരുന്നത്. തുണി പിടിച്ചോണ്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അവസാനം പെണ്ണിനെ നോക്കിയപ്പോ പെണ്ണിന് തുണിയില്ല. പെണ്ണിന് അവിടെ ഇവിടെ എല്ലാം കീറിയിരിപ്പുണ്ട്. നാട്ടുകാർക്ക് മുഴുവൻ തുണി കൊടുത്തിട്ടുണ്ടോ? അപ്പം പെണ്ണിന് തുണി കൊടുക്കാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ കല്യാണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നാട്ടുകാർക്ക് മുഴുവൻ തുണി കൊടുത്ത്, സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് എല്ലാവർക്കും തുണി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവസാനം പെണ്ണിന് തുണിയില്ല. ഞാൻ പറഞ്ഞത് നേരാണല്ലോ. ഇതാണ് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ കീറിയിട്ടുണ്ട്. എവിടെയാന്ന് സ്ഥലമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ എന്നാ ചെക്കൻ വരട്ടെ എന്ന്. ചെക്കൻ വന്നപ്പോ അവന്റെ മുട്ടിന്റെ അവിടെ കീറിയിരിക്കുന്നു, തൊടയുടെ അവിടെ കീറിയിരിക്കുന്നു, അത്തയ്യാത്തിരിക്കുമ്പോ എല്ലാം വെളിയിലാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇതാണ് അവസ്ഥ. ചെക്കൻ വന്നപ്പോ അതിനപ്പുറത്തെ ഡ്രസ്സാണ് അവൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയുള്ള കുട്ടിയുടുപ്പ് ഇട്ടുകൊണ്ടാണ് അവൻ വന്നിരിക്കുന്നത്. കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാം കീറല. ഇവിടെ ഇവിടെയൊക്കെ ഫാഷനാന്ന് പറയുന്നത്, മോഡൽ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊക്കെയാണ് നമ്മുടെ കല്യാണം. ഏറ്റവും ചെലവ് ചുരുക്കി നടത്തണമെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ ഇനി ഇല്ലാത്ത സാധനം ഇല്ല. കോഫി, ചായ, ഇടിയപ്പം, ഒറോട്ടി, പത്തിരി, അപ്പം, ദോശ, പൊട്ട്, ഇറച്ചി, മൊട്ടോസ്, കിഴങ്ങര്, കേക്ക്, മുറുക്ക്, അച്ചപ്പം, നെയ്യപ്പം, സുഖിയൻ, പോളി, അപ്പടപൊളി, എല്ലാ ഐറ്റവും ഉണ്ട് കല്യാണത്തിൽ. ഇഷ്ടം പോലെ ഏത് വേണമെങ്കിലും എടുക്കാം. പക്ഷെ നടന്നു പോയി ക്യൂ നിന്ന് കഴിക്കണമെന്നുള്ളൂ. എല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഏത് വയ്യാത്തവനും അവിടെ പോയി നിന്നിട്ട് സാധനം എടുത്തിട്ട് എവിടെയെങ്കിലും പോയി നിന്ന് കഴിച്ചോണം. ഇരുന്ന് കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. സുന്നത്തിനെതിരാണ്. ഹാജിയാരാണ്. 10 ഹജ്ജ് ചെയ്തിട്ടുണ്ട്, 30 ഉംറ ചെയ്തിട്ടുണ്ട്. നാട്ടിൽ അറിയപ്പെടുന്ന വലിയ ദീനിയായ ആളാണ്. എല്ലാം ഉണ്ട്. പക്ഷെ കല്യാണം ഇങ്ങനെ നടത്തും. കാശുള്ളത് കൊണ്ട് ഇങ്ങനെ കാണിക്കും. ആൾക്കാരെ വിളിച്ച് സൽക്കരിച്ചിട്ട് മാന്യമായിട്ട് 10 പേർക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് ആഹാരം കൊടുക്കും. നീ എടുത്ത് നല്ല രീതിയിൽ സൽക്കരിക്കുക. അങ്ങനെയല്ലേ വേണ്ടത്? ഇത് അവിടെ പോയിട്ട് എടുത്ത് കഴിക്കുക. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഈ അടുത്ത് ഒരാൾ പറയുന്നത് കേട്ടു, അത് കറക്റ്റാണ്. മുസ്ലിമീങ്ങളുടെ കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ കല്യാണം ഒരു ഭാഗത്ത് നടക്കും, ബാക്കി ഇപ്പുറത്ത് വന്നിട്ട് ഫുഡടിയും നടക്കും. ഫുഡും കഴിച്ചിട്ട് അവന്മാർ പോവുകയും ചെയ്യും. കറക്റ്റ്. ഒറ്റ ഒരുത്തം പുതിയ പെണ്ണിനെ കണ്ടിട്ടില്ല, പുതിയാപ്പിള അറിയില്ല. ബന്ധത്തിലുള്ളവരുടെ കാര്യം പറയും. ബന്ധത്തിലുള്ളവർ ഏറ്റവും അടുത്ത ബന്ധുക്കാരാകുമ്പോൾ കാണാൻ അനുവദിക്കപ്പെട്ട ആളുകളുണ്ട്. അവര് പോലും ബന്ധുക്കാരെ പോലും കണ്ടിട്ടില്ല, പുതിയാപ്പിള പോലും കണ്ടിട്ടില്ല. ബാറക്കല്ലാഹു ലക്കുമോ ബാറക്ക അലൈക്കുമോ ഒരു ദുആ പോലും കൊടുത്തിട്ടില്ല. ഇവൻ എവിടെ വന്നിട്ടുണ്ടാവും?
ഹാളി വന്നിട്ട് റാഹത്തായിട്ട് കുഴിമന്തി അടിച്ചിട്ട് അസ്സലാമു അലൈക്കും വേറെ അപ്പുറത്തെ വാതിലേക്ക് കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. കല്യാണം കൂടി. ഇതാണ് നമ്മൾ കല്യാണം കൂടലെന്ന് പറയുന്നത്. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞാലും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ ബന്ധം അറിയാൻ പറ്റില്ല പരസ്പരം. ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന മക്കളെ തന്നെ വിളിച്ചിട്ട് നമ്മുടെ കുടുംബ ബന്ധം വരുമ്പോ എല്ലാ ബന്ധുക്കളും ഉള്ളപ്പോഴത്തേക്കും ഓരോ ഉമ്മമാര് വന്നിട്ട് ചോദിക്കാം, മോനെ എന്നെ അറിയാവോടാ കുട്ടാ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. ഇല്ല, അറിയത്തില്ല. ചില പിള്ളേർ പറയും അറിയാന്ന് പറയും. എന്നാ പിന്നെ ആരാന്ന് ചോദിച്ചാൽ ഇവര് കടുംപെട്ട് ഇവര് വിടുന്നുമില്ല. അപ്പൊ ഇവന് ഇടങ്ങേറായി, ഹലാക്കായി, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് നമ്മുടെ ബന്ധങ്ങൾ അറിയാം. സ്വന്തം ഉമ്മാടെ ജ്യേഷ്ഠത്തി, അനിയത്തി അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കാരാണ്, പരിചയമില്ല. കാരണം എന്താ, നമ്മൾ ഇവരെ ആരെയും ഒന്നും കാണുന്നില്ല. ഒരു കല്യാണ സദസ്സിലാണെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി വെച്ചാൽ പോലും ബന്ധങ്ങൾ പുതുക്കാനല്ല, മറിച്ച് അവിടെയുള്ള ഭക്ഷണം മാത്രം ഒന്ന് കൈമാറി തിന്നിട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ സദസ്സ് 95% നടക്കുന്നത്. ബന്ധങ്ങളൊന്നും പുതുക്കുന്നില്ല, ആരും തമ്മിൽ കാണുന്നില്ല, ആരെയും കാണുകയും വേണ്ട. നമുക്ക് ഒരാളെ കണ്ടാൽ മതി. മൊബൈൽ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. സ്വന്തം ഭാര്യ തൊട്ടടുത്തിരുന്ന ആരും തോണ്ടിക്കളിക്കാൻ ഇതാണ്. അതാണ് ഒരു പണ്ട് പെണ്ണുങ്ങൾ ദ്വാരുന്നത്, മൊബൈലായാൽ മതിയായിരുന്നു. കാരണം എപ്പോഴും ഭർത്താവിന്റെ തോണ്ടൽ കിട്ടിയായിരുന്നു. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കും. അറെ എപ്പോഴും ഇതാ കുത്തിക്കൊണ്ടിരിക്കുന്നു, ഭാര്യയോട് സംസാരിക്കുന്നില്ല. ഇന്ന് നമ്മുടെ കുടുംബജീവിതം ഏറ്റവും തകരാറിലാകാനുള്ള ഒന്നാമത്തെ കാരണം മൊബൈലാണ്, വില്ലനാണ്. കാരണം ഭാര്യയുമായി സംസാരിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. അധിക വീട്ടിലും 10 മിനിറ്റെങ്കിലും നമ്മുടെ ഭാര്യയുടെ വിഷമവും പ്രയാസവും കേൾക്കാൻ ഭർത്താവ് പൂർണ്ണമായി തയ്യാറായാൽ 10 മിനിറ്റ് അവളുമായിട്ട് അടുത്തിരിക്കണം എല്ലാ ദിവസവും. അതിന് സമയം കണ്ടെത്തണം, ഈ കുടുംബജീവിതം തകരും. 10 മിനിറ്റ് അവള് പറയുന്നത് മുഴുവൻ നല്ലതുപോലെ കേൾക്കുക എന്നുള്ളതാണ്. നീ പറയുന്നു വേണ്ട, നീ ഡയലോഗ് അടിക്കേ വേണ്ട, നിന്റെ വാടച്ച് സീല് വെച്ചേക്കുക. എന്നിട്ട് പെണ്ണുങ്ങൾ പറയുന്നത് കേൾക്കുക, നല്ല റാഹത്തായിട്ട് കേട്ടുകൊടുക്കുക. അങ്ങനെ കേട്ടുകൊടുത്താൽ തന്നെ 95% കുടുംബജീവിതം വിജയിച്ചു. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആയി പറഞ്ഞു. ഭാര്യമാര് പറയുന്നത്, അവർ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കണം. നമ്മൾ അങ്ങോട്ട് കയറി സംസാരിക്കുക, അറ്റാക്ക് ചെയ്യല്ല വേണ്ടത്. അവള് പറയാനുള്ളത് മുഴുവൻ പറയാം. അവൾക്ക് വിഷമവും പ്രയാസവും പറയാനുള്ളത് നമ്മളോടാണ്. കാരണം നമ്മൾ പകലന്തിയോളം പോയി ഇങ്ങനെ പാടത്തും പറമ്പത്തും എല്ലാം പണിയെടുത്ത് അവിടെ ഇവിടെ എല്ലാം കറങ്ങി അടിച്ചിട്ട് വൈകിട്ട് വന്നതാണ്. ഇവള് വീട്ടിലിരുന്നിട്ട് പാത്രം കഴുകലും മക്കളുടെ വസ്ത്രം കഴുകലും നമ്മുടെ ഉടുപ്പ് കഴുകലും ടെൻഷനും ആകെ ഇടങ്ങേറും. ആദ്യം പുറത്തൊന്നും പോകുന്നില്ല, ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ്. വരുമ്പോ നമ്മളോട് വിഷമം പറയുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പല ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ ആ ടെൻഷൻ എല്ലാം ഉണ്ടെങ്കിൽ പോലും ഭാര്യയുടേതാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും പറയുമ്പോൾ അത് കേൾക്കാൻ തയ്യാറാകാം. അത് പിന്നെ അതൊക്കെ അങ്ങനെ നടക്കും, അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ് നീ കുളിക്കാനും നീ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്താൽ അവൾ ഈ വിഷമങ്ങളും പറയാം. അപകടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ബന്ധങ്ങൾ ഉലയാനും പെൺകുട്ടികളുടെ ഹൃദയം മറ്റൊരുത്തനിലേക്ക് ചായാനുമുള്ളതാകുന്ന കാരണം ഒന്ന്, ഭർത്താവ് യഥാർത്ഥ ശ്രോതാവാകാതിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിനർത്ഥം. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മൾ നല്ലതുപോലെ കേൾക്കുമായിരുന്നു. എപ്പോ കല്യാണം കഴിഞ്ഞ അത് അനുവദനീയമാണ്. അതിനിടയിൽ ഫോൺ വിളിക്കലും അനുവദനീയമാണ്. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം, അതല്ലാതെ നിക്കാഹ് വരുന്നതിന് മുമ്പ് തന്നെ ഉള്ള ഫോൺ വിളി, ആദ്യമായി കാണുമ്പോൾ തന്നെ ഉള്ളതാകുന്ന ഫോൺ കൈമാറ്റം, അത് വിശുദ്ധ ഇസ്ലാമിൽ പെട്ടതല്ല. നമ്മുടെ ബന്ധങ്ങൾ പിന്നീട് ഉലയാൻ കാരണം ദീനില്ലാത്തതാകുന്ന ഇത്തരത്തിലുള്ള നിക്കാഹുകളാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം സംസാരിക്കുന്ന മുഴുവൻ ഹറാമാണ്.